ഈ ഒരു കാലഘട്ടം കൊണ്ട് എല്ലാവർക്കും എന്തൊക്കെ ആവേണ്ടതെന്നുള്ളത് ക്ലിയർ ആയി. നീ കാണാം. ടോവിനോ തോമസിന്റെയും ഉണ്ണി മുകുന്ദന്റെയും ആസിഫ് അലിയുടെയും ഒക്കെ തിരിച്ചുവരവ് കണ്ട പ്രേക്ഷകർക്ക് ഒരൊറ്റ ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. നിവിൻ പോളിക്ക് ഒരു തിരിച്ചുവരവില്ലേ എന്ന്. ഒരു സമയത്ത് യൂത്തന്മാരെ പിടിച്ചിരുത്തിയ പ്രേമത്തിലെ ആ താടിക്കാരന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ലേ എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയത്. വണ്ണം കുറച്ച് സ്റ്റൈലൻ ലുക്കിലുള്ള നിവിൻ പോളിയുടെ പുതിയ പോസ്റ്റും ആരാധകർക്കിടയിലെ ചൂടുള്ള വാർത്തയായി. ആ പ്രേമം കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള വാർത്തകളും ട്രോളുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റി നടക്കുന്ന നിവിൻ പോളി അൽഫോൺസ് പുത്രൻ കോംബോ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒന്നിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇപ്രാവശ്യം പ്രതീക്ഷ കുറച്ച് കൂടുതലാണെന്ന് പറയാം. പ്രശസ്ത തമിഴ് ചലച്ചിത്ര നിർമ്മാതാവ് കാർത്തിക് സുബ്ബരാജിന്റെ തിരക്കഥയിലൊരുങ്ങുന്ന പ്രൊജക്ടിനായാണ് ഇരുവരും ഒന്നിക്കുന്നത് എന്നുള്ളത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. സൂര്യനായകനായ റെട്രോക്കിന് ശേഷം കാർത്തിക് സുബ്ബരാജ് തിരക്കഥയൊരുക്കുന്ന ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. കാർത്തിക് നിവിൻ ചിത്രം സംബന്ധിച്ച സൂചനകൾ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് അടുത്തു തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. മലയാളത്തിലും തമിഴിലുമായി എത്തിയ നേരം എന്ന സിനിമയിലൂടെയാണ് നിവിൻ പോളിയുടെ കോളിവുഡ് അരങ്ങേറ്റം. റിച്ചിയായിരുന്നു നിവിന്റെ രണ്ടാമത്തെ തമിഴ് സിനിമ. റാം സംവിധാനം ചെയ്ത 7 കടൽ 7 മലയാണ് നിവിന്റെ ഇനി റിലീസാകാനുള്ള തമിഴ് ചിത്രം. തട്ടത്തിൻ മറയത്തിലെ വിനോദും ഓം ശാന്തി ഓശാനയിലെ ഗിരിയും ജോർജും ഒരു വടക്കൻ സെൽഫിയിലെ ഉമേഷുമൊക്കെ യുവാക്കളെ മാത്രമല്ല കുടുംബ പ്രേക്ഷകരുടെ വരെ കയ്യടി നേടിയെന്ന് പറയാം. അതുപോലെയുള്ളൊരു കഥാപാത്രവുമായി ഇനി നിവിനെ കാണാൻ പറ്റില്ല എന്ന ആരാധകരുടെ വിഷമത്തിനുള്ള മറുപടിയാകും ഇത് എന്ന് പറയാം. മലർവാടി ആർട്സ് ക്ലബിലൂടെ സിനിമയിൽ പ്രവേശിച്ച താരത്തിന് മലയാള സിനിമ അടുക്കി വാഴ്ന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു. മലയാളികൾക്ക് തങ്ങളുടെ ആ ചുറുചുറുക്കുള്ള നിവിൻ പോളിയെ നഷ്ടമായി തുടങ്ങി. താരത്തിന്റെ മൂത്തോൻ എന്ന സിനിമയിലെ കഥാപാത്രവും വളരെ ശ്രദ്ധേയമാണ്. ശക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ചിത്രത്തിലെ നിവിൻ പോളിയുടെ റോൾ ശരിക്കും ആരാധകരെ അമ്പരപ്പിച്ചു. മലയാള സിനിമയിൽ വളരെ പെട്ടെന്ന് സക്സസ് ആകാൻ സാധിച്ച നടന്മാരുടെ കൂട്ടത്തിലുള്ള നടനാണ് നിവിൻ പോളി. വലിയൊരു ആരാധക നിരയെ ചെറിയ സമയം കൊണ്ട് തന്നെ സ്വന്തമാക്കാൻ നിവിൻ പോളിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് തന്റെ ശരീരത്തെ കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്ന കാരണം കൊണ്ടാണ് നിവിൻ പോളി ഔട്ടായി പോയത്. അടുത്ത സമയത്ത് താരം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ 1-2 സീനിൽ മാത്രം വന്ന് വലിയ വിജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സിനിമയുടെ മുഴുവനും കൊണ്ടുപോയത് നിവിൻ പോളി ആണെന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അതിൽ താരം കാഴ്ചവെച്ചിരുന്നത്. നിവിൻ പോളിയുടെ ഏറ്റവും വലിയൊരു പരാജയമായി പലരും പറഞ്ഞിരുന്നത് സ്വന്തം ശരീരത്തെ മികച്ച രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നതായിരുന്നു. ഒരു നടൻ എങ്ങനെ ശരീരത്തെ ശ്രദ്ധിക്കണമെന്ന് അറിയില്ല എന്നതിന്റെ പേരിൽ വളരെയധികം ട്രോളുകളും താരം കേട്ടിട്ടുണ്ട്. ആ ട്രോളുകൾക്കൊക്കെ വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയിലൂടെ മറുപടി കൊടുക്കുകയായിരുന്നു നിവിൻ പോളി എന്ന് പറയുന്നതാണ് സത്യം. ഇത് വളരെ വേഗം തന്നെ ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകളും മികച്ച കമന്റുകളായി എത്തുന്നത് നിവിന്റെ തിരിച്ചുവരവിനെ ഓർത്ത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് മലയാള സിനിമയിലേക്ക് തിരിച്ചുവരാൻ സാധിക്കട്ടെ എന്നും പഴയ നിവിനായി വരുവാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എന്നുമൊക്കെ പലരും കമന്റിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട്.